മൂവാറ്റുപുഴ നഗരത്തിന്റെ തിലകക്കുറിയായ ശതാബ്ദി പിന്നിട്ട ടൗൺ യു.പി. സ്കൂളിന് പുതുജന്മം നൽകാൻ നബാർഡിൽ നിന്ന് 7 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ആയിരങ്ങൾക്ക് അക്ഷരപുണ്യം പകർന്നു നൽകിയ ഈ സരസ്വതി നിലയം ഇനി കൂടുതൽ മോടിയോടെ അണിഞ്ഞൊരുങ്ങും. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി അത്യാധുനിക സൗകര്യങ്ങളോടെ 2 പുതിയ കെട്ടിടവും ചുറ്റുമതിലും നിർമ്മിക്കുന്നതിനാണ് 7 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ രൂപരേഖയും എസ്റ്റിമേറ്റും താമസിയാതെ തയ്യാറാക്കും. 2000-ലധികം വിദ്യാർത്ഥികൾ 3 ഷിഫ്റ്റുകളിലായി പഠിച്ചിരുന്ന സുവർണ കാലത്തിന്റെ ഓർമ്മകൾ പേറുന്ന ടൗൺ യു.പി. സ്കൂൾ 1915-ലാണ് ആരംഭിച്ചത്. മൂവാറ്റുപുഴയിലെ 2ാമത്തെ സ്കൂളാണിത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആദ്യമായി യൂണിഫോം ഏർപ്പെടുത്തിയത് ഇവിടെയാണ്. ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും മൂലം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം ശുഷ്കമാണ്. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൂറ്റാണ്ട് പിന്നിട്ട സ്കൂളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയും വിധം നവീകരിക്കാനാണ് നബാർഡ് തുക അനുവദിച്ചിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ഉൾപ്പെടെ സ്കൂളിന്റെ വികസനത്തിന് അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് മന്ത്രിമാർക്ക് പലവട്ടം നിവേദനവും നൽകിയിരുന്നു. ഇതോടെയാണ് നബാർഡിൽ നിന്ന് തുക അനുവദിച്ചത്. ഉടൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്യുമെന്ന് ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. നഗരഹൃദയത്തിലെ നൂറ്റാണ്ട് പിന്നിട്ട സരസ്വതി നിലയം കൂടുതൽ പ്രൗഢിയോടെ തല ഉയർത്തി നിന്നാൽ നഗരവാസികൾക്ക് അത് എന്നെന്നും അഭിമാനമായിരിക്കും. ഓണാഘോഷം തോംസൺ ഫുട്വെയേഴ്സിനൊപ്പമാകട്ടെ. തോംസൺ ഫുട്വെയേഴ്സിന്റെ 35ാം വാർഷികത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങളുമായി സമ്മാനോത്സവം. 1000 രൂപയുടെ പർച്ചേഴ്സിന് ഒരു സമ്മാന കൂപ്പൺ. 1ാം സമ്മാനം ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. 2ാം സമ്മാനം വിവോ ഓർ സാംസങ് മൊബൈൽ ഫോൺ. 3ാം സമ്മാനം സ്പോർട്സ് സൈക്കിൾ. മറ്റനവധി പ്രോത്സാഹന സമ്മാനങ്ങളും. നറുക്കെടുപ്പ് സെപ്റ്റംബർ 15-ന്. ഫുട്വെയേഴ്സിന്റെയും ബാഗുകളുടെയും വിപുലമായ ശേഖരം. ഓണം അടിപൊളിയാക്കൂ. തോംസൺ ഫുട്വെയേഴ്സ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.